ഇതിലിപ്പോൾ എല്ലാവരും സൂപ്പർ സ്റ്റാറാന്നുള്ള അവസ്ഥയാണ്. കരാഞ്ചിൻ്റെ എല്ലാവരെയും നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ശരിക്കും ഈ ഫിലിമിലെ 67 ആർട്ടിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് വേഷങ്ങളിൽ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഒരാൾ പറഞ്ഞതിൻ്റെ പകുതി വേറെ ആൾ പറയല്ല, എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് വേഷങ്ങളുണ്ട്. ഇപ്പൊ സമനിലയുണ്ടോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമനില തെറ്റാണ്ട് നടക്കുന്ന ഇത്ര ആളുകളും കാര്യങ്ങളും. വേറൊരു വളരെയധികം സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഭയങ്കര സെറ്റിലൊക്കെ ഭയങ്കര ചിരിയും കളിയും ബഹളവും കാര്യങ്ങളാണ്. പക്ഷേ ഈ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ടെൻഷൻ മാത്രം നമുക്കുള്ളൂ. ആർക്കാർക്കാ മുന്നോട്ട് ആർക്കാർക്കാ പിന്നോട്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറില്ല. അല്ല, ഇതിന്റെ പേര് 2020 50-50 അല്ല, എന്നുവെച്ചാൽ ഇടിപ്പടല്ല കേട്ടോ, ഹ്യൂമർ ബ്ലെൻഡിലാണ് ഫിലിം ചെയ്തിരിക്കുന്നതും. താങ്കൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? അല്ല, ചിലപ്പോൾ ഞാൻ ഇപ്പൊ മമ്മൂക്കയിലും ലാലേട്ടനായാലും, ഇപ്പൊ ലാലേട്ടനാണ് ഈ ഫിലിം ആദ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സജഷൻ വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നീ ചെയ്താൽ മതി, നമ്മളെല്ലാവരും സപ്പോർട്ട് എന്ന് പറഞ്ഞ മനസ്സിൽ ലാലേട്ടൻ. അപ്പോൾ അത് മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടൻ ജയറാം പിന്നെ കംപ്ലീറ്റ് ആൾക്കാരായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു അസോസിയേഷൻ, അമ്മ അസോസിയേഷൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഒരു വർഷം അതിൻ്റെ ഒരു കാര്യങ്ങളും നടന്നില്ല. അപ്പം ഞാൻ എന്നെ അടുത്ത് പറഞ്ഞു, ഇത് എന്തെങ്കിലും പ്രോബ്ലത്തിൽ നമ്മൾ വിട്ട് കളയരുത്, ഇത് അങ്ങനെ നടക്കില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേളിലായി നമ്മൾ ഇതിൻ്റെ കഥ കാര്യങ്ങൾ 2-3 കഥകൾ തന്നെ നമ്മൾ മാറ്റി. കാരണം ജനം ഇതൊരു പൂരം കാണാൻ വരുന്നതാണ്, ഒരു ഉത്സവം കാണാനാണ്. അപ്പോൾ അത് രസകരമായ രീതിയിൽ, കാരണം ഇത് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്.